നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 3 ലക്ഷം കോടി രൂപ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലാണ് ഓൺലൈനായി പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഈ പ്രഖ്യാപനം നടത്തിയത്. കേന്ദ്രത്തിന്റെ ഏത് പദ്ധതിയും കേരളത്തിൽ നടപ്പാക്കാൻ തങ്ങൾക്ക് സന്തോഷമുള്ളതെന്നും നരേന്ദ്രമോദി സർക്കാർ BJP സർക്കാർ കേരളത്തിന്റെ വികസനത്തിനായി പ്രതിജ്ഞാബദ്ധമാണെന്നുമാണ് നിതിൻ ഗഡ്കരി ഇന്ന് ഓൺലൈനായി പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടന വേദിയിൽ പറഞ്ഞത്. ഈ പ്രഖ്യാപനത്തെ ഹർഷാരവത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളും സ്വീകരിച്ചത്. കേരളത്തിലേക്ക് 10,000 കോടി രൂപ വികസനത്തിന്റെ പേരിൽ ഒഴുക്കാൻ മോദി സർക്കാർ തയ്യാറാണെന്നാണ് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത്. അതോടൊപ്പം തന്നെ കേരയിൽ പോലുള്ള പദ്ധതികൾക്ക് അനുകൂലമായി കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് ഇതേ വേദിയിൽ തന്നെ പങ്കെടുത്ത കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും പ്രഖ്യാപിച്ചു. ഇതാദ്യമായാണ് ഒരു പ്രമുഖ BJP നേതാവ്, ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി കേരളിന് അനുകൂലമായി പ്രഖ്യാപിക്കുന്നത്. ഇതിനെ ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വളരെ സന്തോഷത്തോടെ കൂടിയാണ് സ്വാഗതം ചെയ്തത്. ഇതോടെ ഏതാണ്ട് ഒരു കാര്യം ഉറപ്പായി, കേരളത്തിൽ 3ാം തവണയും പിണറായി വിജയൻ തുടരണമെന്ന് തന്നെയാണ് കേന്ദ്ര BJP നേതൃത്വത്തിൻ്റെ ആഗ്രഹം. കേരളത്തിൽ ഒരു കോൺഗ്രസ് സർക്കാർ വരാൻ BJP ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസനത്തിന് ചോദിക്കുന്നത് എന്തും നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും പിണറായി വിജയൻ കേരളത്തിൽ ഭരണത്തിൽ തുടർന്നാൽ മതിയെന്നുമാണ് കേന്ദ്ര BJP നേതൃത്വത്തിൻ്റെ നിലപാട്. ഒരു കാരണവശാലും കേരളത്തിൽ UDF-നെയും കോൺഗ്രസിനെയും ഒരിക്കൽ കൂടി വീണ്ടും അധികാരത്തിലെത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ CPN ഭരണം തുറന്നു പോകണമെന്ന് തന്നെയാണ് BJPയുടെ ആഗ്രഹവും. അതിൻ്റെ ഭാഗമായി 10,000 കോടിയുടെ വികസന പദ്ധതികൾ ഒരു മടിയുമില്ലാതെ കേരളത്തിന് അനുവദിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് തന്നെയാണ് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും ഇന്ന് പറഞ്ഞത്. ഏതായാലും വലിയ തോതിലുള്ള ഒരു വികസന കുതിപ്പ് വരുന്ന ഒരു വർഷം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് കേന്ദ്ര BJP സർക്കാരും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകുന്നത്. കേരളത്തിൽ ഏതാണ്ട് 10,000 കോടി രൂപയാണ് പാലക്കാട് കോഴിക്കോട് ഹൈവേ 6 വരി പാതയ്ക്കായി കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും വിഴിഞ്ഞം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള റോഡിന് 6 വരി റോഡിന് 6,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതും ഇന്ന് അദ്ദേഹം ഈ വേദിയിൽ പറഞ്ഞു. അതോടൊപ്പം എറണാകുളം നഗരത്തിലേക്കുള്ള 6 വരി പാതയ്ക്ക് 3,000 കോടി രൂപ വേറെ അനുവദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 14 ജില്ലകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 10,000 കോടി രൂപ ഒഴുക്കി വിടാൻ കേന്ദ്രത്തിലെ BJP സർക്കാർ ആഗ്രഹിക്കുന്നുവെന്ന് തുറന്നു പറയുകയായിരുന്നു നിതിൻ ഗഡ്കരിയും പീയൂഷ് ഗോയലും. കേരളത്തിൽ BJPക്ക് വേരോട്ടമുണ്ടാക്കാനും അതോടൊപ്പം തന്നെ CPM ഭരണം കേരളത്തിൽ നിലനിർത്താനുമുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കേരളത്തെ BJP സർക്കാർ അവഗണിക്കുന്നില്ല എന്ന പ്രഖ്യാപനം BJPക്ക് ഗുണം ചെയ്യുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ വലിയ വികസനമാണെന്നുള്ള ധാരണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണം CPM-നും ഒരുപോലെ ഗുണം ചെയ്യും. CPM-നും BJPക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ BJP ഇതിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും CPM നേതൃത്വവും പിണറായി വിജയനും വളരെ സന്തുഷ്ടരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ 3 ലക്ഷം കോടിയുടെ വികസന പദ്ധതികളുടെ പ്രഖ്യാപനം അവർ അത്രയേറെ താല്പര്യത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇതോടുകൂടി കേരളത്തിൽ ഒരു വികസനത്തിൻ്റെ കുത്തൊഴുക്കുണ്ടാവുമെന്നും വരുന്ന വർഷങ്ങളിലെല്ലാം കേരളത്തിൽ വൻ വികസന പദ്ധതികൾ മോദി സർക്കാർ നടപ്പാക്കുമെന്നുള്ള കൃത്യമായ സൂചന നിതിൻ ഗഡ്കരി നടത്തിക്കഴിഞ്ഞു. അങ്ങനെ മോദി സർക്കാർ വികസനം നടപ്പാക്കണമെങ്കിൽ കേരളത്തിൽ പിണറായിയുടെ സർക്കാർ തുടരണം. ഇതാണ് BJPയും CPM-ഉം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ തന്ത്രം. ഇതേ തിരക്കഥയ്ക്കനുസരിച്ചാണ് 2 സർക്കാരുകളും 2 പാർട്ടിയും മുന്നോട്ട് പോകുന്നത്.